ബില്ല്. ഗുഡ്. ഇനി ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. നീ പോലീസിന്റെ പിടിയിലാവണം. ഹലോ. യെസ്. എവിടെ? എപ്പോഴാ കണ്ടത്? ആരാ സംസാരിക്കുന്നത്? ഹലോ. മിസ്റ്റർ ജയ്, ബില്ലെ കണ്ടെത്തി. ഓ, സോറി, ഇവിടെ പാടില്ല. ഹൗ ഈസ് ഹി? ഹീസ് ഫൈൻ. സ്കാനിംഗ് റിസൾട്ട് അനുസരിച്ച് മെമ്മറി ലോസ് ഉണ്ട്. പഴയതൊക്കെ മറന്നുപോകും. യുനോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. എപ്പോൾ റിക്കവർ ചെയ്യും? പറയാൻ പറ്റില്ല. 2 ആഴ്ചയാകാം, ചിലപ്പോൾ ഒരാഴ്ച, മേ ബി ഒരു 5 മിനിറ്റിൽ ശരിയാകാനും മതി. ഡോക്ടർ. ഓ, ക്യാൻ. ബട്ട് ബി കെയർഫുൾ വിത്ത് മൈ പേഷ്യൻറ്റ്. നോ ഇൻട്രോഗേഷൻ. ഭേദമാവുന്നതുവരെ. സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. വളരെ ജാഗ്രതയായിരിക്കണം. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. എക്സ്ക്യൂസ് മീ. ഹോൾഡ് ഇറ്റ് ഹിയർ പ്ലീസ്. സർ, ബില്ലെ അറസ്റ്റ് ചെയ്തതിന് അഭിനന്ദനങ്ങൾ. താങ്ക്സ്. പക്ഷെ അതിന് ജനങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. അവർ തന്ന ഇൻഫർമേഷൻ വെച്ചാണ് ബില്ലെ പിടിക്കാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ ബില്ലയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ബില്ലയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിവേ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ടൈറ്റ് സെക്യൂരിറ്റിയോടെ ആ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അയാൾ റിക്കവർ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങൂ. അതുവരെ നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. സർ, ഒരു കാര്യം കൂടി. ബില്ലെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബില്ല് അവിടെ ഉണ്ടാകാനും പാടില്ല. ഞാൻ കൊണ്ടുവരാം. ബില്ലയെ ഞാൻ കൊണ്ടുവരാം. എങ്ങനെ? Be careful. I'll do it. Okay, sir. എങ്ങനെയാ ജി?
ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടും പട്ടാപ്പകൽ കടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കടത്തിക്കൊണ്ടുപോയി, നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി. ഇങ്ങനെ സംസാരിക്കില്ലേ ജയ്? നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ടിയിരുന്നു. ഞാനല്ല, നമ്മൾ. നമ്മുടെ ഇടയിൽ നിന്നും ഇൻഫർമേഷൻ പോകാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല. ആ അനിലിനെ എത്ര നാളായിട്ടറിയാം? ഞാനിവിടെ വന്ന് ചാർജ് എടുത്ത നാളെ മുതൽ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ട്രസ്റ്റ് മീ. എന്താ നോക്കുന്നേ? ഇത് നിന്റെ സ്ഥലം തന്നെയാ. ഒന്ന് ഓർത്തു നോക്ക്. ഒട്ടും ഓർമ്മ വരുന്നില്ലേ? നിന്റെ CJ സാൻഡ്ര. ഫസ്റ്റ് ഡേ തന്നെ സാൻഡ്രയുടെ ധൈര്യം കണ്ട് നീ ഇംപ്രസ്ഡ് ആയി. ഓർമ്മയുണ്ടോ? ഓക്കെ. റിക്കി, ജെയിംസ്, മാർക്ക്, വിജയ്, ഷാന. എക്സ്ക്യൂസ് മീ. ഹലോ. ബില്ല. ജഗദീഷ്. ഹായ് ബില്ല. തിരിച്ചെത്തിയതിൽ സന്തോഷം. താങ്ക് യു. എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. ഓക്കെ, രഞ്ജിത്തിനോട്. പറയൂ. നോ നെറ്റ്വർക്ക്. വേലു, DSP സർ. സാറേ. ഓ സോറി. എങ്ങനെയുണ്ട് പുതിയ ജീവിതമൊക്കെ? സൂപ്പർ സർ. പക്ഷേ ബില്ലയുടെ ഗ്രൂപ്പിൽ 2 ഡേഞ്ചർ ലൈറ്റ്സ് ഉണ്ട്. ഒരുത്തി CJ. ഞാൻ ബില്ലയാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ചെവി കടിക്കുന്നുണ്ട്. ഏത് സമയത്തും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയൊരുത്തി സാൻഡ്ര. അവളെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യത്തിലേക്ക് കടക്ക്. ഓൾ റൈറ്റ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും ഞാൻ ഏകദേശം മനസ്സിലാക്കി. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ ജഗദീഷിനോട് സംസാരിച്ചു. എപ്പോഴാ കണ്ടത്? കണ്ടില്ല, ഫോണിലൂടെയാണ് സംസാരിച്ചത്. സർ, എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ പഴയ ബില്ലാവൻ ഇതാണ് കറക്റ്റ് സമയമെന്ന് കരുതുന്നു. സാർ എന്ത് പറയുന്നു? കറക്റ്റ്. അതിന് ഞാൻ വഴിയുണ്ടാക്കാം. അവരുടെ കൂടെ ഇനി പുറത്തു പോകുമ്പോൾ എന്നെ വിവരം അറിയിക്കും. നീ പഴയ ബില്ലായി മാറണം. അവർ വിശ്വസിക്കണം. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. നീ പൊയ്ക്കോ. യു ഗുഡ്. വെരി ഗുഡ്. താങ്ക് യു. അല്ല, സാർ അങ്ങനെ തിരിച്ചു പോവാ? എങ്ങനെ വന്നോ അങ്ങനെ പോ. ഓക്കെ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് അദൃശ്യ മനുഷ്യനോ ഇത്ര പെട്ടെന്നിങ്ങനെ? ബില്ല, ഇവിടെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആള് ജോൺ. അവൻ ബില്ലയോടല്ലാതെ മറ്റാരോടും സംസാരിക്കില്ല. അതാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ പഴയ കാര്യങ്ങൾ മറന്നത് അവൻ അറിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവനോടൊന്നും പറയരുത്. എങ്ങനെ ഇരിക്കുന്നടാ? സുഖം. അത്രേ ഉള്ളൂ. പഞ്ച്. ഓ, താൻ മാറിയടോ, താൻ മാറി. എന്റെ ഐറ്റം എവിടെ? Where is my item? എവിടെ എവിടെ? I love you, darling. ഈ നവന്മാരെ ഞാൻ ജോൺ, ഞങ്ങൾ നോക്കിക്കോളാം. ബൈ, darling. Come on, let's move.